മലയാള സിനിമയുടെ മാസ്മരിക നർത്തകി, അഭിനയത്തികവിൻ്റെ പര്യായം ശോഭന. ബാലചന്ദ്രമേനോൻ്റെ ഏപ്രിൽ 18 കടന്നുവന്ന ആ സുന്ദരി ഇന്ന് നമുക്ക് വെറുമൊരു നടിയല്ല, നൃത്തത്തിന് ജീവിതം ഒഴിഞ്ഞുവെച്ച ഏകാന്ത പഥികയാണ്. എന്നാൽ കരിയറിൻ്റെ തുടക്കത്തിൽ ശോഭന നേരിട്ട ഒരു വലിയ പ്രതിസന്ധിയെക്കുറിച്ചും അത് മാറ്റിയെഴുതിയ ശ്രീ IV ശശിയെക്കുറിച്ചും നിങ്ങൾക്കറിയാമോ? പേജ് 3 കോളങ്ങളിൽ ഇന്നും കൗതുകമുണർത്തുന്ന ആ കഥ നമുക്കൊന്ന് കാണാം. പത്മരാജൻ്റെ തിരക്കഥയിൽ IV ശശി സംവിധാനം ചെയ്ത കാണാമറയത്ത് എന്ന ചിത്രം ശോഭനയുടെ കരിയറിലെ വലിയൊരു ബ്രേക്ക് തന്നെ ആയിരുന്നു. ആ സിനിമയിലെ ഹിറ്റ് ഗാനമായ ഒരു മധുരക്കിനാവിൻ ലഹരിയിൽ എന്ന പാട്ടിൽ റഹ്മാനോടൊപ്പം മുട്ടോളം എത്തുന്ന ഫ്രോക്ക് ധരിച്ച് മഴ നനഞ്ഞ് നൃത്തം ചെയ്യാൻ ശോഭന ആദ്യം വിസമ്മതിച്ചു. ഇത്രം വലിയ ഗ്ലാമർ വേഷം താൻ ചെയ്യില്ലെന്ന് ആ കൊച്ചു പെൺകുട്ടി വാശി പിടിച്ചു. അന്ന് ശോഭനയ്ക്ക് 16 വയസ്സ്. അവിടെയാണ് IV ശശി എന്ന ഗുരുവിൻ്റെ ഉപദേശം എത്തുന്നത്. നല്ലൊരു നടിയാകണമെങ്കിൽ ബോൾഡ് ആകണമെന്നും ജയഭാരതിയെ പോലുള്ള നടിമാർ മലയാള സിനിമ കീഴടക്കിയ കഥയും എല്ലാം തന്നെ അദ്ദേഹം ശോഭനയ്ക്ക് പറഞ്ഞുകൊടുത്തു. ആ ഉപദേശം ശോഭനയുടെ ഭയം മാറ്റി, മനം മാറ്റി. ആ മഴനൃത്തം ശോഭനയെ നേരെ തമിഴ് സിനിമയുടെ വലിയ ലോകത്തേക്ക് എത്തിച്ചു. തമിഴകത്തെത്തിയപ്പോൾ ശോഭന IV ശശിയുടെ ഉപദേശം അക്ഷരാർത്ഥത്തിൽ തന്നെ പാലിച്ചു. ഭാഗ്യരാജിൻ്റെയും വിജയകാന്തിൻ്റെയും സിനിമകളിൽ നിർലോഭമായി ശരീരപ്രദർശനം നടത്താനും ഗ്ലാമറസ് വേഷങ്ങൾ ആടാനും ശോഭന തയ്യാറായി. തമിഴരുടെ ഹരമായി മാറിയ ശോഭന രജനീകാന്തിൻ്റെ വരെ നായികയായി തിളങ്ങി. തെലുങ്കിൽ ചിരഞ്ജീവിയോടൊപ്പം ഓട്ടോ ജോണി എന്ന ചിത്രത്തിൽ അങ്ങേയറ്റം ഗ്ലാമറസായാണ് ശോഭന പ്രത്യക്ഷപ്പെട്ടത്. എന്നാൽ കരിയറിൻ്റെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ശോഭന തൻ്റെ നിലപാട് മാറ്റി. തമിഴിലെ അമിത ഗ്ലാമർ വേഷങ്ങൾ വിട്ട് നല്ല കഥാപാത്രങ്ങൾ മാത്രം മതി എന്ന ദൃഢനിശ്ചയത്തിലേക്ക് അവരെത്തി. ആ വാശിയാണ് മണിച്ചിത്രത്താഴിലെ നാഗവല്ലിയിലൂടെ അവർക്ക് ദേശീയ പുരസ്കാരം നേടിക്കൊടുത്തത്. പിന്നീട് നൃത്തത്തിന് വേണ്ടി സിനിമകളിൽ നിന്ന് പോലും അവർ അകലം പാലിച്ചു. ഇന്ന് തൻ്റെ നൃത്തവിദ്യാലയവും വിദ്യാർത്ഥികളുമായി ഏകാന്ത ജീവിതം നയിക്കുന്ന ശോഭന നല്ല വേഷങ്ങൾ ലഭിച്ചാൽ ഇന്നും പ്രേക്ഷകരെ വിസ്മയിപ്പിക്കാൻ തയ്യാറാണ്. വരനെ ആവശ്യമുണ്ട് പോലുള്ള ചിത്രങ്ങൾ അതിന് തെളിവാണ്. IV ശശി അന്ന് നൽകിയ ആ ഒരു ഉപദേശമില്ലായിരുന്നെങ്കിൽ ഇന്നത്തെ ആ ശോഭന ഉണ്ടാകുമായിരുന്നോ? സംശയമാണ്. ഗ്ലാമർ നായികയിൽ നിന്ന് അഭിനയ പ്രതിഭയിലേക്കും അവിടെ നിന്ന് നൃത്തത്തിനായി ജീവിതം ഒഴിഞ്ഞുവെച്ച നർത്തകിയിലേക്കുമുള്ള പാതയിൽ ശോഭന പിന്തുടർന്ന വഴികൾ അനേകമാണ്. പ്രിയപ്പെട്ട താരത്തിന് ഇനിയും ജീവിതം ഉയർച്ചകൾ സമ്മാനിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് അവർക്ക് വേണ്ടി നന്മകൾ നേരാം. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യണേ, ലൈക്ക് ചെയ്യാൻ മറക്കരുതേ.